ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നാച്ചുറൽ വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പാൽക്കൂൺ കൃഷിയെക്കുറിച്ചാണ് കേട്ടോ. ബെഡ് മാറ്റിൽ പാൽക്കൂൺ കൃഷി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കണ്ടോ, ഈ ഇഷ്ടിക പോലത്തെ ഇതാണ് ബെഡ് മാറ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പാൽക്കൂൺ കൃഷി ചെയ്യാൻ പോകുന്നത്. ഇത് 1 കിലോയുടെ ഒരു ബാറാണ് കേട്ടോ. അപ്പോൾ ഇതിന് 1.5 ലിറ്റർ വെള്ളമാണ് ആവശ്യം. നമുക്ക് ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഏതാണെങ്കിലും യൂസ് ചെയ്യാം. നമുക്കിതിന് കുതിർത്തെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും യൂസ് ചെയ്യുന്ന ചൂടുവെള്ളമാണ് കേട്ടോ. ചൂടുവെള്ളം ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകുമല്ലോ. അപ്പോൾ 1.5 ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഇത് ഒഴിച്ച് ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് പൊങ്ങി വരുന്ന കാണാം. അങ്ങനെ ഏകദേശം 2 മണിക്കൂർ നമ്മളിത് വച്ചേക്കണം. അങ്ങനെ നമ്മുടെ 2 മണിക്കൂർ കഴിഞ്ഞു. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ കട്ട മാറി നന്നായിട്ടൊന്ന് ഉടയ്ക്കണം. നന്നായിട്ട് ഉടച്ചെടുത്തപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ആവി പറക്കുന്നുണ്ട് കേട്ടോ. അതായത് ചൂട് അധികം പോയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നന്നായിട്ട് തണുത്താലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചൂട് പോകുന്നൊരു വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചൂടൊക്കെ പോയി അതിനുശേഷം നമ്മൾ കാൽസ്യം കാർബണേറ്റാണ് കുറച്ച് മിക്സ് ചെയ്യുന്നത്. കാൽസ്യം കാർബണേറ്റ് മിക്സ് ചെയ്യുന്നത് ഇതിനകത്ത്, അതായത് ചകിരിച്ചോറും മരപ്പൊടിയുടെയൊക്കെ ഒരു മിശ്രിതമാണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു കവർ എടുത്തിട്ടുണ്ട്. ഇനി കവറിലേക്ക് നമുക്ക് ഇതാക്കാം. കവറിലേക്ക് ആക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടിയിലത്തെ ലെയർ ഒരു 3-4 ഇഞ്ച് കനത്തിന് വാരി നിറയ്ക്കണം. അതായത് നിറച്ചിട്ട് നമ്മളൊന്ന് അതിനെ ഒതുക്കി കുറച്ചൊന്ന് പ്രസ് ചെയ്ത് അതിനൊന്ന് അമർത്തി വയ്ക്കണം. അതായത് ഇതിൻ്റെ പുറത്താണ് നമുക്കിനി വിത്തിടാനായിട്ടുള്ളത്. അപ്പോൾ ഒരു ലെയർ ഏകദേശം ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ പഠിച്ച മെത്തേഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെത്തേഡ് അറിയാമെങ്കിൽ അതൊക്കെ ചെയ്യാം. തുടക്കക്കാർക്കാണെങ്കിൽ നമ്മുടെ ഈ മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് അധികം എഫേർട്ടൊന്നും നമ്മൾ ഇതിൽ ആവശ്യമില്ല. ഇനി നമുക്ക് വിത്തിടാം. വിത്തിടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ചിപ്പിക്കൂണ് ചെയ്തപ്പോഴത്തേക്ക് കൂടുതൽ നമ്മൾ സൈഡിലാണ് വിത്തിട്ടത്. ഇത് നമുക്ക് നടുക്കും സൈഡിലും ഒരുപോലെ വിത്ത് ആവശ്യമാണ്. കാരണം പാൽക്കൂണ് വിളവ് വരുന്നത് നടുക്കുന്നതായിരിക്കും കേട്ടോ. നടുക്കുന്ന ഉദ്ദേശിച്ചത് നമ്മുടെ കവറിൻ്റെ വായ്ഭാഗത്തു നിന്നായിരിക്കും. നമ്മൾ ചിപ്പിക്കൂണ് ചെയ്ത പോലെ കവറൊന്നും കീറത്തൊന്നുമില്ല സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ അടുത്ത ലെയർ ഇട്ടിട്ടുണ്ട്. ഇത് ഏകദേശം 1 ഇഞ്ച് കനത്തിന് മതി. അത് കഴിഞ്ഞിട്ട് ഒരു ലെയർ വിത്തൂടെ ഇട്ടിട്ടുണ്ട്. വിത്ത് നന്നായിട്ട് സൈഡിൽ നിന്ന് നടുക്കായിട്ട് തന്നെ ഇട്ട്, എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ നമ്മൾ 1 ഇഞ്ച് കനത്തിൽ ചെയ്താൽ മതി. നമുക്ക് 2 ഇഞ്ച് കനത്തിന് ചെയ്യാം. നമ്മളിപ്പോൾ 2 ബെഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ 1 ഇഞ്ച് കനത്തിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയറാണ് കേട്ടോ. വിത്തിട്ടാണ് നമ്മുടെ ലാസ്റ്റ് ലെയർ നിർത്തുന്നത്. ഇനി നമ്മൾ ഈ ബെഡ് മാറ്റിൻ്റെ ഈ ചകിരിച്ചോറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വിത്തിട്ട് തന്നെ നിർത്താം. ഇതിന് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മുറുക്കി കെട്ടണം. അതായത് നിങ്ങൾക്ക് കണ്ടല്ലോ, സെൻറ്ററിലാണ് ലാസ്റ്റത്തെ വിത്തിടുന്നത്. ഇതിപ്പോൾ നെല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ള വിത്താണ് കേട്ടോ. ഇനി നമുക്കിതിനെ മുറുക്കി കെട്ടാം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം കേട്ടോ. മാക്സിമം എത്രത്തോളം ടൈറ്റ് ചെയ്ത് കെട്ടാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം. അങ്ങനെ നമ്മുടെ 2 ബെഡിൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ കുറച്ച് വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ട് പിൻ ഹോൾ ഇട്ട് കൊടുക്കണം. അതായത് നമ്മുടെ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് അവിടെ ആയിട്ട് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ സൈഡിലും ഇട്ട് കൊടുത്താൽ അത്രയും നന്നായിരിക്കും. കുറച്ച് എയർ സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിൻ ഹോളിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബെഡ് 2 കൊണ്ടുപോകുന്നത് ഒരു ഇരുട്ട് റൂമിലേക്കാണ് കേട്ടോ. ഇരുട്ട് റൂമിൽ വെച്ച് ഏകദേശം ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബെഡിൻ്റെ അവസ്ഥ ഇതാണ്. അതായത് നന്നായിട്ട് മൈസീരിയൊക്കെ വന്നിട്ടുണ്ട് ഉള്ളിൽ. ഇതാണ് കേട്ടോ നമ്മുടെ പാൽക്കൂൺ ബെഡിലേക്ക് ഇടാനുള്ള വളം. ഇതിൻ്റെ പേര് കെയ്സിൻ. ഇത് ചാണകപ്പൊടിയുടെയൊക്കെ ഒരു മിശ്രിതമാണ് കേട്ടോ. ചാണകപ്പൊടി ചകിരിച്ചോറിൻ്റെയൊക്കെ ഒരു മിശ്രിതമാണ്. മണ്ണും എല്ലാം ചേരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ബെഡെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ബെഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. ഇതിനകത്ത് കെയ്സിൻ ഇടുന്നതാണ്. അതായത് ഏകദേശം 1 ഇഞ്ച് കനത്തിനാണ് കെയ്സിൻ ഇടേണ്ടത്. ജസ്റ്റ് ഇത് ഒന്ന് എടുത്തിട്ട് വിതറി കൊടുത്താൽ മതി. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ 2 കൂടുതൽ ബെഡ് ഇരിക്കുന്നതാണ്. നമ്മൾ ആ പഴയ ബെഡ്, അതായത് 2 ബെഡ് ചെയ്തൊരു 2 ദിവസം കഴിഞ്ഞിട്ട് 4-5 ബെഡൂടെ ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങി ചെയ്തായിരുന്നു. അപ്പോൾ മൈസീലിയോ ആയപ്പോഴത്തേക്കും എല്ലാം ഒരുമിച്ചായി. അങ്ങനെ കേസിങ് ഇടുന്നതെല്ലാം ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേസിങ്. മണ്ണെല്ലാം മിക്സ് ചെയ്ത് വരുന്നൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് കിട്ടിയ കേസിന് ചെറിയൊരു നനവോട് കൂടിയാട്ടോ കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കൂടുതലായിട്ടൊന്നും നനയ്ക്കാനൊന്നും പോയില്ല. അതായത് ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് നനച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കേസിന് നനവുള്ളതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും നനച്ചില്ല. ഇതിൻ്റെ നനവ് കുറയുന്നതനുസരിച്ച് വേണം നമ്മൾ വെള്ളം കുറേശ്ശെ നനച്ചു കൊടുക്കാനായിട്ട്. കേസിനിട്ട് ബെഡുകളെല്ലാം നമ്മളിനി വയ്ക്കുന്നത് വായു സഞ്ചാരമുള്ള റൂമിലോട്ടാണ് കേട്ടോ. റൂമിൽ വെച്ച് ഏകദേശം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞു മുകുളങ്ങൾ വന്നു തുടങ്ങും. ഇതുപോലെ ഈ മുകുളങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേശ്ശെ കൊടുത്താൽ മതി. അതായത് എപ്പോഴാണ് ഈ കേസിനിൽ ഈർപ്പം ഇല്ലാതെ വരുന്നത് അപ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി.
ചെറിയ മുട്ടുകളൊന്നും ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാൻ പാകത്തിന് കൂണുകളാവും കേട്ടോ. ഇതിലെല്ലാം ഒരേ സൈസല്ല. ഇതിൽ ഏറ്റവും നന്നായിട്ട് വിളവെടുക്കാൻ പാകമായത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതിനിടയ്ക്ക് ഒരു ബെഡ് ചീത്തയായിരുന്നു, അപ്പോൾ നമ്മൾ അതിനടുത്ത് മാറ്റി. ഇതെല്ലാം വിളവെടുക്കാൻ പാകമായിട്ടിരിക്കുന്ന കൂണുകളാണ് കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിളവെടുക്കുമ്പോൾ കൂടെ നിൽക്കുന്ന കുഞ്ഞു മുട്ടുകൾക്കൊന്നും കേടുവരാതെ വേണം നമ്മൾ കൂണുകൾ പറിച്ചെടുക്കാൻ കേട്ടോ. എങ്കിൽ മാത്രമേ അടുത്ത് ബാക്കി കൂണുകൾ പാകമാകത്തുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.